What's up guys, it's me Nitish and welcome back to our channel Explore, Learn, Create. So, നമ്മൾ കുറേ കാലങ്ങളായി കണ്ടിട്ട് ഏകദേശം ഒരു 60 ദിവസമായി കാണും ഒരു വീഡിയോ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ട് ഫുൾ തിരക്കായിരുന്നു. ക്ലിൻസ് ആണെങ്കിൽ ഡാൻസ് കൊറിയോഗ്രാഫിന്റെ തിരക്കില്, ചേച്ചിയാണെങ്കിൽ വെഡിങ് വർക്ക്സ് വരുന്നതിന്റെ തിരക്കില്, പിന്നെ എനിക്കാണ് ഇന്ത്യയിലെ ഷൂട്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ 1-2 ഷൂട്ട്സും മൈസൂർ തൃശ്ശൂരൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ മൊത്തത്തിൽ തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽ ചെയ്യാം. ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ട്യൂട്ടോറിയൽ 5 മിനിറ്റിൽ എങ്ങനെ പ്രൊഫഷണൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാന്നുള്ളത്. അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കളർ ഗ്രേഡ് എങ്ങനെ നമുക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്യാമെന്നുള്ളതാണ്. ഈ ഒരു ട്യൂട്ടോറിയൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള എഡിറ്റേഴ്സിനുള്ളതാണ്. അതായത് ഫോട്ടോഷോപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് എങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് കളർ ഗ്രേഡ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ എല്ലാവരും എന്ത് ചെയ്യാം, നിങ്ങളുടെ സിസ്റ്റം ഓപ്പൺ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് എടുക്കുക. ആൻഡ് ഞാൻ പറയുന്ന സംഭവം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. അതായത് നമ്മൾ ബാക്കിയുള്ളവർ കോപ്പി അടിക്കുക, സ്വന്തമായിട്ടൊരു സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്തു തുടങ്ങും. ഫസ്റ്റ് ഒക്കെ നമ്മളൊരു സ്റ്റൈൽ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ റിജക്ട് ചെയ്തോളൂ, കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ റിഫൈൻ ചെയ്ത് എടുക്കുക നിങ്ങളുടെ ഫോട്ടോസ് കാര്യങ്ങൾ. അതേപോലെ തന്നെ അത് കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങൾ 1-2 ഫ്രണ്ട്സിനെ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരുടെ കമന്റും കൂടി എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പബ്ലിഷ് ചെയ്യുകയും ഏറ്റവും നല്ലത്. കാരണം ചെറിയ ചെറിയ മിസ്റ്റേക്സോ അല്ലെങ്കിൽ അതേപോലുള്ള സ്കിൻ ടോണിലുള്ള ചേഞ്ചസോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ ചേഞ്ചസോ ചിലർക്ക് ഇഷ്ടപ്പെടുന്ന വരില്ല. സോ നമ്മളൊരു ആർട്ടിസ്റ്റ് ആണ് എന്നെങ്കിൽ കൂടി 100% നമ്മുടെ വ്യൂ പോയിന്റിലൂടെ അത് കാണാതെ വ്യൂവേഴ്സിന്റെ വ്യൂ പോയിന്റിലൂടെ നിങ്ങളുടെ ഫോട്ടോസ് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. സോ ഞാൻ നിങ്ങൾ ഓവർ പറഞ്ഞു ഏൽപ്പിക്കാൻ നിൽക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കിടക്കാം. സോ ബിഫോർ ദാറ്റ് ലെറ്റ്സ് നോട്ട് ഇന്നത്തെ കളർ ഗ്രേഡിങ്ങിന് സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു പോർട്രേറ്റ് ആണ്. ആൻഡ് ഈ പോർട്രേറ്റ് ഉള്ള മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ടിക്ടോക്ക് സ്റ്റാർ ആണ്. അപ്പോൾ ഞാൻ അഭിനയൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്യാം. സോ എല്ലാവരും പോയിട്ട് ചെക്ക് ചെയ്യുക ആൻഡ് ഡു ഫോളോ ഹർ. സോ നമുക്ക് ബാക്കിയുള്ള പരിപാടികളിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഫോട്ടോ എന്ത് ചെയ്തിട്ടുണ്ട്, ഫേസൊക്കെ ഞാൻ റീടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ, ഇതിനു മുമ്പത്തെ പ്രൊഫഷണൽ റീടച്ച് ഇൻ 5 മിനിറ്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് 5 മിനിറ്റ്സും കൊണ്ട് ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാം, ഫേസ് ഈസി ആയിട്ട് എങ്ങനെ റീടച്ച് ചെയ്യാമെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പോർട്രേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, റീടച്ച് ചെയ്തിട്ടുണ്ട്. ഫേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, റീടച്ചും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് ഫുൾ ഞാൻ റീടച്ച് ചെയ്ത് അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ചെറിയ ചെറിയ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാരണം മേക്കപ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് നോർമൽ ഫേസാണിത്. ആൻഡ് ഇപ്പോൾ ഫോട്ടോ നോക്കുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് റീടച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു കളർ കറക്ഷൻ ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ക്യാമറയിൽ നിന്നും എടുത്ത പിക്ചറാണ്. ഒരു കളർ കറക്ഷനും കാര്യങ്ങളും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഫേസ് മാത്രമേ റീടച്ച് ചെയ്തിട്ടുള്ളൂ. സോ ഇനി നമുക്ക് എങ്ങനെ കളർ കറക്ഷൻ ചെയ്യാം, ഇനി ഇതെങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കളർ ഗ്രേഡ് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ ഡയറക്റ്റ് ക്യാമറ റോയിലേക്ക് പോകണം. ഫിൽട്ടർ ക്യാമറ റോ ഇല്ലെങ്കിൽ Ctrl+Shift+A ആണ് അതിൻ്റെ ഷോർട്ട് കീ. സോ ഈസി ആയിട്ട് Ctrl+Shift+A അടിച്ച് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ക്യാമറ റോയിലേക്ക് പോകും. സോ ഞാൻ കുറച്ച് ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ നോക്കുന്ന കാര്യം ഏതൊരു ഫോട്ടോ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഹിസ്റ്റോഗ്രാമാണ്. ഹിസ്റ്റോഗ്രാമിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലൂസ് നമ്മുടെ ഷാഡോവിൻ്റെ സ്പോട്ടിലാണെങ്കിൽ കുറച്ച് പീക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈലൈറ്റിൻ്റെ സ്പോട്ടിലാണെങ്കിൽ നന്നായിട്ട് പീക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഹൈലൈറ്റ്സ് കട്ട് ചെയ്യണം. സോ ഹൈലൈറ്റ്സ് ഞാൻ കട്ട് ചെയ്തപ്പോഴത്തേക്ക് മോഡലിൻ്റെ ഫേസിൽ എന്ത് ചെയ്തു, കുറച്ച് ബേൺ ആയിപ്പോയ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ തിരിച്ച് കിട്ടുന്നുണ്ട്. സോ ആൻഡ് ഇത് കണ്ടു, നമ്മുടെ ഹിസ്റ്റോഗ്രാമിൽ അവിടെയുള്ള ബ്ലൂ പോയി. ഞാൻ ഷാഡോസ് എന്ത് ചെയ്തു, കുറച്ച് പുള്ളി ചെയ്യാണ്. ഒരിത്തിരി ഷാഡോസ് പുള്ളി ചെയ്തിട്ട് വരുന്നില്ല. കുറച്ച് കോൺട്രാസ്റ്റ് ഞാൻ ഇൻക്രീസ് ചെയ്തു. ആ ഒരു ഡെപ്ത് കിട്ടാൻ വേണ്ടിയാണ് കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്തത്. കുറച്ച് ക്ലാരിറ്റി ഇൻക്രീസ് ചെയ്തു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഓൾമോസ്റ്റ് ഈ ഒരു ലുക്ക് മതി. ആൻഡ് എന്തിനാണ് ഞാനിപ്പോൾ ക്ലാരിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ
ഫേസ് റീടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഡീറ്റെയിൽസും കാര്യങ്ങളും തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ക്ലാരിറ്റി ഇൻക്രീസ് ചെയ്തത്. ആൻഡ് ഡയറക്റ്റ് ഞാൻ നെക്സ്റ്റ് പോകുന്നതെന്ന് വെച്ചാൽ ഡീറ്റെയിലിലേക്കാണ്. ആൻഡ് ഡീറ്റെയിൽ ഞാൻ സെലക്ട് ചെയ്തു. അതിനകത്ത് നമുക്ക് ഷാർപ്പണിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. സോ ഷാർപ്പൺ ഞാൻ ഇൻക്രീസ് ചെയ്തു. നമ്മളെപ്പോഴും ഷാർപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോയ്സ് റിഡക്ഷൻ കൊടുക്കുക. കാരണം ഷാർപ്പൺ ചെയ്യുമ്പോൾ നോയ്സ് കൂടും. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ലൂമിനൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നോയ്സ് റിഡക്ഷനിൽ നമ്മുടെ നോയ്സ് കുറഞ്ഞ് കിട്ടും. സോ ഓൾമോസ്റ്റ് ഒരു 49 ആണ് ഞാൻ ഷാർപ്പനിങ് കൊടുത്തതെങ്കിൽ ഞാൻ ഏകദേശം ഒരു 15 അടുത്ത് എന്ത് ചെയ്യും, ലൂമിനൻസ് കൊടുക്കും, കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഷാർപ്പനും അതേപോലെ തന്നെ നമ്മുടെ നോയ്സ് റിഡക്ഷനും നടക്കും. നെക്സ്റ്റ് വൺ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ HSL അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്തു. ആൻഡ് അതിനകത്ത് ഫസ്റ്റ് വന്നിരിക്കുന്നത് സാച്ചുറേഷനാണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഏതൊരു പിക്ചർ എഡിറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആദ്യം പിക്ചർ നമുക്ക് ഏത് ടൈപ്പ് പിക്ചറാണ്, അതായത് നമുക്ക് ഏത് ടൈപ്പ് ഔട്ട്പുട്ടാണ് വേണ്ടത് നമ്മുടെ മനസ്സിലൊരു വിഷ്വൽ വേണം. അതായത് നമ്മൾ മനസ്സിൽ ആദ്യം വിചാരിച്ചിട്ട് വേണം എഡിറ്റ് ചെയ്ത് തുടങ്ങാൻ. ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞ് കുറേ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കത് അബദ്ധമായിട്ട് തോന്നും. സോ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലൊരു വിഷ്വൽ വെക്കുക. എൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കണം, ഇത്രത്തോളം കളേഴ്സ് ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ചില കളേഴ്സ് പാടില്ല. അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ ആ പിക്ചർ വിഷ്വലൈസ് ചെയ്യുക, ഫൈനൽ എഡിറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ കഴിയും. സോ എല്ലാവരും ശ്രദ്ധിച്ചു ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ പിക്ചർ നോക്കുകയാണെങ്കിൽ അതിനകത്തുള്ള കളേഴ്സ് എപ്പോഴും കളേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ തരംതിരിച്ച് കാണുക. എത്രത്തോളം ആ കളേഴ്സ് ആ ഫ്രെയിമിലുണ്ട്, എത്രത്തോളം കളേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, ഏതൊക്കെ കളേഴ്സാണുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. ഇപ്പോൾ ഈ ഫോട്ടോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ള ഗ്രീൻ കളറാണ്. ആൻഡ് വയലറ്റ് ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്, പിന്നെ ഓറഞ്ചും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ, അതായത് ഏകദേശം ഒരു 70% ഓഫ് ദ ഫ്രെയിം ഈസ് കവേർഡ് വിത്ത് ഗ്രീൻ. ഓക്കെ, അപ്പോൾ ഈ 70% ഫ്രെയിമും കവേർഡ് വിത്ത് ഗ്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതലായിട്ടുള്ള കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീനാണ്. സോ ആദ്യം എനിക്ക് ഗ്രീൻസിനോട് അധികം താല്പര്യമില്ല, വളരെ ഗ്രീൻ യെല്ലോയിഷ് കളേഴ്സിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കുറച്ച് ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ വെച്ചിട്ടാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഗ്രീൻ എനിക്കൊരു ബ്ലൂയിഷ് കളറിലേക്ക് എത്തിക്കണം. ഗ്രീൻ യെല്ലോ അല്ല, പക്ഷേ ഒരു ബ്ലൂയിഷ് ഗ്രീനിലേക്ക് എനിക്ക് എത്തിക്കണം. ആൻഡ് സാച്ചുറേഷൻ കുറച്ചിട്ടുള്ള ഒരു കളറായിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലറ്റാണ് അവിടെ ഉള്ളത്. അപ്പോൾ വയലറ്റിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കളറാണ് ബ്ലൂ. ഓക്കെ, അല്ലെങ്കിൽ വയലറ്റും നമ്മുടെ ബ്ലൂവും നമ്മൾ ചെറിയൊരു സാമ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ കോംപ്ലിമെൻറ്റ് രണ്ടിനും ഈച്ച് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാരണം എനിക്കൊരു ബ്ലൂയിഷ് ഗ്രീനിലേക്കാണ് ഞാൻ അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ ഗ്രീൻ കട്ട് ചെയ്ത് കളയാണ്. സോ ഞാൻ ഗ്രീൻ കട്ട് ചെയ്തപ്പോൾ തന്നെ പിക്ചറിൽ എൻറ്റയർലി എന്ത് മാറി, ലുക്ക് മാറി. ആൻഡ് കുറച്ച് യെല്ലോയും ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായി, ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ ഡള്ളായിപ്പോയി. അതായത് ഗ്രീൻ ഇല്ല, ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ ഇല്ല. സോ ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓറഞ്ചിലൊന്നും ഓരോ കളിക്കുന്നില്ല. കാരണം ഓറഞ്ച് ഫേസിലാണുള്ളത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലീഫിൻ്റെ സ്ട്രീം പോകുന്നുണ്ട്, അതിനകത്ത് ചെറുതായിട്ടുണ്ട്. സോ പിന്നെയുള്ള പേർപ്പിളാണ്. പേർപ്പിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ കളർ മാറുന്നുണ്ടോ. സോ പേർപ്പിൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. പേർപ്പിൾ ഞാൻ കുറച്ച് കൂടുതലിട്ട്, കുറച്ച് സാച്ചുറേഷഡ് ആയിട്ട് പോപ്പായിട്ട് ആ ഡ്രസ്സ് നിൽക്കാൻ വേണ്ടിയാണ് ചെയ്തത്. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂവിൽ പോവാണ്. ഹ്യൂവിൽ പോയിട്ട് ഞാൻ യെല്ലോ ഗ്രീനിലേക്ക് ഇടും. സോ യെല്ലോ ഗ്രീനിലേക്ക് ഇടുമ്പോൾ കണ്ട നമ്മുടെ ഫേസ് അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, മോഡലിൻ്റെ ഫേസ് അടക്കം അതിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡലിൻ്റെ ഫേസിൽ എന്തുണ്ട്, കുറച്ച് യെല്ലോ കാര്യങ്ങളുണ്ട്. സോ എന്താ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെല്ലോ ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്തു, ഒരു +22 ഇട്ടു. ആൻഡ് എന്നാലും എഫക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇറ്റ്സ് ഫൈൻ, വലുതായിട്ട് നമ്മൾക്ക് അറിയാൻ പറ്റുന്നില്ല. ആൻഡ് ഗ്രീൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബ്ലൂവിലേക്ക് ഇടും. ഓക്കെ, സംഭവം ഹിയർ. സോ ഇപ്പോൾ എനിക്കൊരു ബ്ലൂയിഷ് ഗ്രീൻ വന്നിട്ടുണ്ട്, ഒരു ബ്ലൂയിഷ് ഗ്രീനാണ് വന്നിരിക്കുന്നത്. എഗെയിൻ ഞാൻ എന്ത് ചെയ്യും, സാച്ചുറേഷനിൽ പോയിട്ട് ഗ്രീൻ കട്ട് ചെയ്യും. സോ ഇപ്പോൾ ഉള്ള ഒരവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രീൻ എന്ന് പറയുന്ന ഒരു പാർട്ട് മാറി, ഗ്രീനിൻ്റെ അടുത്തേക്ക് എന്ത് വന്നു, ബ്ലൂയിഷ് ഗ്രീനായി മാറി. ആൻഡ് സാച്ചുറേഷനും നമ്മൾ മാക്സിമം കട്ട് ചെയ്യുമ്പോഴത്തേന് അത്രയും കട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് യെല്ലോ ഓൾസോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമ്മൾ ഫേസ് വൈറ്റ് ആക്കുക, അതായത് ഫേസിൻ്റെ ഫെയർനെസ് എങ്ങനെയാണ് കൂട്ടുക ഫോട്ടോഷോപ്പിൽ. അതിന് ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഈസി ടെക്നിക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ലൂമിനൻസി പോയി കഴിഞ്ഞാൽ HSL അഡ്ജസ്റ്റ്മെൻറ്റിൽ സ്കിൻ കളർ എപ്പോഴും ഓറഞ്ചുമായിട്ട് മാച്ച് ആയിരിക്കും. ഇപ്പോൾ ARയുടെ സ്കിൻ കളർ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഓറഞ്ചായിട്ട് മാച്ച് ആയിരിക്കും. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഓറഞ്ച് ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്യുക. കണ്ടോ ഫേസിൻ്റെ കളർ മാറുന്നുണ്ടോ? ഓക്കെ, കുറച്ച് പുള്ള് ചെയ്താൽ മതി, ഓവറായി പുള്ള് ചെയ്യരുത്. ഒരു +8 കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഭയങ്കര വൈറ്റ് വാഷ് ആയിട്ട് ഫേസ് തോന്നും, ചിലപ്പോൾ ഡീറ്റെയിൽ നഷ്ടപ്പെട്ടെന്ന് വരാം. പക്ഷേ ഇത് നോർമലാണ്. ഓൾറെഡി നമ്മുടെ മോഡലിൻ്റെ ഫേസ് നല്ല ഫെയർ സ്കിന്നാണ്, നല്ല വൈറ്റ് കളറാണ്. സോ എനിക്ക് ഓവർ അതിനകത്ത് കിടന്ന് കളിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഗ്രീനിൻ്റെ കാര്യം, ഇനിയാണ് ഗ്രീൻ കുറച്ച് ഡാർക്ക് ഗ്രീൻ വേണമെന്ന്, അതായത് ബ്ലൂഷ് ഗ്രീൻ കുറച്ച് ഡാർക്ക് ആയിരിക്കണം, കുറച്ച് ഡെപ്ത് ഉള്ള ഗ്രീൻ ആയിരിക്കണം. സോ ഞാൻ എന്ത് ചെയ്യും, ലൂമിനൻസ് ഡിക്രീസ് ചെയ്യും ഗ്രീനിൻ്റെ. ഓക്കെ, ദിസ് ഇസ് ഇനഫ് ഫോർ മീ. അപ്പോൾ നമ്മൾ ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട്, കളർ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ HSL അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം എന്ത് ചെയ്തു, കളറിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട, അതായത് എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന കളറിലേക്ക് ഞാനത് എത്തിച്ചു. ഇപ്പോൾ ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ലൂമിനൻസ് നമ്മൾ ഏകദേശം എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാനുള്ളൊരു കാര്യം, ഇപ്പോൾ നമ്മളിപ്പോൾ ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അതായത് ഇപ്പോൾ അക്വ എന്ന് പറഞ്ഞ കളർ ഇതിനകത്തില്ല, അത് ഞാൻ എന്ത് ചെയ്തു, -98 ഇട്ടു, അതിൻ്റെ സാച്ചുറേഷൻ മൊത്തം. ബ്ലൂ ഉണ്ടോ, നമുക്ക് ബ്ലൂ ഉണ്ട്, അപ്പോൾ ബ്ലൂവും ഞാൻ എന്ത് ചെയ്തു, -98 ഇട്ടു. ബ്ലൂവിൻ്റെ ആവശ്യം അവിടെ ഇല്ല. പേർപ്പിൾ ഉണ്ട്, മജന്ത ഇല്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മജന്തയും -9 ഇട്ടു. സോ അനാവശ്യമായിട്ടുള്ള കളേഴ്സിൻ്റെ ആവശ്യം നമ്മുടെ ഫോട്ടോയ്ക്കകത്തില്ല. ചിലപ്പോൾ ഈ കളർ അക്വേൻ്റെയോ ബ്ലൂവിൻ്റെയോ മജന്തേൻ്റെ കളർ കാസ്റ്റ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ നമ്മൾ അറിയാണ്ട് പോലും ചെറിയ കളർ കാസ്റ്റുകൾ പോലും വരാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ അനാവശ്യമായിട്ടുള്ള കളേഴ്സ് നമ്മൾ മൊത്തം സാച്ചുറേഷൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഒരു അളവ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കളർ കാസ്റ്റ് കാര്യങ്ങൾ ഇല്ലാതെ പിക്ചറിന് നോർമൽ ലുക്കിലേക്ക് എത്തിക്കാൻ സാധിക്കും. സോ നിങ്ങൾ ഇനി ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള കളേഴ്സ് മാത്രം വെക്കുക, ബാക്കിയുള്ള കളേഴ്സ് മൊത്തം കട്ട് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുൾ കളർഫുൾ ആണെങ്കിൽ പടം ആൾക്കാർക്ക് എവിടെ, അതായത് ആൾക്കാർക്ക് അത് നോക്കുമ്പോൾ എവിടെ നോക്കണം എന്ന് മനസ്സിലാവില്ല. പക്ഷേ ചില സ്ഥലത്ത് മാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത്, അല്ലെങ്കിൽ സബ്ജക്റ്റിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഫോട്ടോ ചെയ്യുന്നതെങ്കിൽ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, അത് നിങ്ങളുടെ സാച്ചുറേഷനും കാര്യങ്ങളും കുറച്ച് അവരുടെ ഇമ്പോർട്ടൻസ് ഫോട്ടോയ്ക്കകത്ത് കുറയ്ക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിമിൻ്റെ ഉള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറയ്ക്കാൻ ശ്രമിക്കുക. ആൻഡ് ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് കാലിബ്രേഷനാണ്. സോ കാലിബ്രേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഷാഡോസ് ഉണ്ട്, റെഡ് പ്രൈമറി ഉണ്ട്, ഗ്രീൻ പ്രൈമറി ഉണ്ട്, അതേപോലെ തന്നെ ബ്ലൂ പ്രൈമറി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്കിനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡിഷ് ടോണിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്തു, ഏകദേശം ഒരു 10 ഇൻക്രീസ് ചെയ്തു. ആൻഡ് നമ്മുടെ ഇപ്പോൾ മോഡലിൻ്റെ ഇപ്പോൾ റെഡ് നോക്കുവാണെങ്കിൽ മോഡലിൻ്റെ ലിപ്പിലാണ് റെഡ് ഉള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ആ കളർ ലിപ്സ്റ്റിക്കിൻ്റെ കളർ വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് ന്യൂഡ് കളേഴ്സാണ് എനിക്കിഷ്ടം. ന്യൂഡ് ലിപ്സ്റ്റിക്സ് കാര്യങ്ങളാണ് കൂടുതലായിട്ടും എനിക്കിഷ്ടമുള്ള കളേഴ്സ്. സോ ഞാൻ കുറച്ച് എന്ത് ചെയ്തു, ഒരു ഓറഞ്ചിലേക്കോ ഓക്കെ സംഭവിക്കുക, ഏകദേശം ഒരു +10 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ലിപ്സ്റ്റിക്കിൻ്റെ കളർ മാറിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ കളർ മാറുന്നതനുസരിച്ച് നമ്മുടെ മോഡലിൻ്റെ സ്കിന്നിൻ്റെ കളറും യെല്ലോയിഷ് ആവുന്നുണ്ട്. സോ അതിനെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ പ്രൈമറി പോയിട്ട് ഞാൻ അത് ബ്ലൂയിലേക്ക് ഇടും. സോ നമുക്ക് സ്കിൻ കളർ വീണ്ടും കിട്ടി, കണ്ടോ. റെഡ് മാറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് യെല്ലോയിഷിലേക്ക് പോയി, പക്ഷെ സ്റ്റിൽ നമ്മൾ ഗ്രീൻ പ്രൈമറി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കിട്ടി ആ സെയിം കളർ. പിന്നെ ബ്ലൂ പ്രൈമറി കുറച്ച് ഹ്യൂ ഞാൻ -ലേക്ക് ഇടും. സോ എനിക്ക് കിട്ടുന്ന കളർ കണ്ടോ, ഫേസ് ഒരു ഒരു പിങ്കിഷിലേക്കാണ് മാറുന്നത്, ഒരു പിങ്കിഷ് കളറിലേക്കാണ് ഫേസ് മാറുന്നത്. ആൻഡ് ഐ ആം ഹാപ്പി വിത്ത് ദ റിസൾട്ട്. സോ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ കൊടുത്തു. നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, ഫോട്ടോഷോപ്പിലേക്ക് തന്നെ വരുവാണ്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇതിനകത്തുള്ള എല്ലാ ഓപ്ഷനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്യാമറ റോയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കളേഴ്സും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് നാച്ചുറൽ ലുക്കിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. സോ ഇപ്പം തന്നെ നമ്മുടെ ഫോട്ടോ എൻറ്റയർലി മാറി. ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ബിഫോറും ആഫ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ക്യാമറ റോയിൽ മാത്രമാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്, കണ്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്യാമറ റോയിൽ തന്നെ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെലക്റ്റീവ് കളറാണ്. സോ സെലക്റ്റീവ് കളർ ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ആൻഡ് സോ ഞാനിപ്പോൾ സെലക്റ്റീവ് കളർ സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം വന്നത് റെഡാണ്, പിന്നെ യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, സിയാൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, മജന്ത, വൈറ്റ്, ന്യൂട്രൽ ബ്ലാക്ക്. സോ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന റെഡാണ്. ഫേസിൽ ഇപ്പോൾ റെഡ് വന്നിട്ടുണ്ട്, ഒരു ഓറഞ്ച് ഷെയ്ഡ് വന്നിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മജന്ത ഇൻക്രീസ് ചെയ്തു,
കുറച്ച് യെല്ലോ ഇൻക്രീസ് ചെയ്തു ആൻഡ് കുറച്ച് ബ്ലാക്ക് ഞാൻ ഇൻക്രീസ് ചെയ്തു. +2 ആൻഡ് സിയാനാണ്. കാരണം ഇപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഫേസിൽ റെഡിഷ് കുറച്ച് കൂടി, അതായത് ഫേസിൻ്റെ നാച്ചുറൽ ടൂണിൽ നിന്ന് കുറച്ചും കൂടി റെഡിഷ് കളറിലേക്ക് വന്നു. സോ ഇറ്റ് ജസ്റ്റ് ഫൈൻ. കാരണം നമുക്ക് സിയാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ കിട്ടും, ഫേസിൻ്റെ കുറച്ചുകൂടി നോർമൽ കളറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. യെസ്, ദാറ്റ്സ് ഇനഫ്. സോ +21, ദാറ്റ്സ് ഫൈൻ ഫോർ മീ. ആൻഡ് ഇനി ചേഞ്ച് ചെയ്യാൻ പോകുന്നത് യെല്ലോസ് ആണ്. സോ യെല്ലോസ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ടോൺ. അത് നമുക്ക് യെല്ലോയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ യെല്ലോ എന്ന് പറയുന്ന കളറ് സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക്, ഇത്രയും കളേഴ്സ് മിക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ യെല്ലോ എന്ന് പറഞ്ഞ കളറിൽ മാത്രം ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ യെല്ലോ ഉള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ മജന്ത വേണേൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ മജന്ത വേണേൽ നമുക്ക് ഡിക്രീസ് ചെയ്യാം. സോ അപ്പോഴൊക്കെ നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും, നമുക്ക് വേറെ ആയിരിക്കും കിട്ടുന്നത്. സോ സെലക്റ്റീവ് കളർ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോയിൻ്റ് ഇട്ട് വർക്ക് ചെയ്ത് നോക്കുക, എങ്ങനെയായിരിക്കും റിസൾട്ട് വരുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് മാറുന്നതെന്നൊക്കെ നോക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ യെല്ലോ കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ കളർ എൻറ്റയർലി ഡിഫറെൻറ്റ് കളറിലേക്കാണ് പോകുന്നത്. കണ്ടോ, എല്ലാം ഫുൾ മാറ്റിയപ്പോഴത്തേക്കും മറ്റൊരു കളർ റേഞ്ചിലേക്ക് തന്നെ പോയി, മറ്റൊരു ഗ്രേഡിങ് ലുക്കിലേക്ക് തന്നെ പോയി. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം സെലക്റ്റീവ് കളർ ചെയ്യുക. സെലക്റ്റീവ് കളർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കളേഴ്സിനും മജന്തയും യെല്ലോയും ബ്ലാക്കും ചെയ്യാനും എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇത്രത്തോളം കളേഴ്സിൽ നമുക്കപ്പോൾ എത്ര ഓപ്ഷനിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. സോ അത്രത്തോളം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കളർ കറക്ഷനും കളർ ഗ്രേഡിങ്ങും ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റിങ്സ് ആണ് സെലക്റ്റീവ് കളർ എന്ന് പറയുന്നത്. സോ യൂസ് ഇറ്റ് വൈസ്ലി. ഫസ്റ്റ് ഓഫ് ഓൾ ഓവറായിട്ട് ചെയ്യരുത്. ആൻഡ് ഇതിനകത്തിപ്പോൾ നിങ്ങൾക്ക് ന്യൂട്രലും ബ്ലാക്കും കാര്യങ്ങളും വൈറ്റ്സും ഒക്കെ ഉണ്ട്. ബ്ലാക്ക്സൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡെപ്ത് കൂട്ടാൻ, അതേപോലെ തന്നെ കുറച്ചൊരു ഇത് കണ്ടോ ഒരു ഫെയ്ഡഡ് ലുക്ക് വരാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ബ്ലാക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് യെല്ലോ വേണേൽ ഇൻക്രീസ് ചെയ്യാം. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രീൻ ഇത് കണ്ടോ, ഗ്രീൻ കളർ കാസ്റ്റ് വരുന്നുണ്ട്, നമ്മുടെ പിക്ചറിൽ ഗ്രീൻ കളർ കാസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതാണെങ്കിൽ ഏകദേശം ഒരു വയലറ്റ് കളർ കാസ്റ്റ് വരുന്നുണ്ട്, ഒരു വയലറ്റ് ഒരു ബ്ലൂയിഷ് കളർ കാസ്റ്റ് വരുന്നുണ്ട്. സോ നിങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് നിങ്ങൾക്കൊരു സ്വീറ്റ് സ്പോട്ടായിട്ട് തോന്നുന്നിടത്ത് മാത്രം എന്ത് ചെയ്യുക, ഇത് സെറ്റ് ചെയ്യുക. സോ ഞാൻ ഏകദേശം ഈ ഒരു റിസൾട്ടിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ബിഫോറും ആഫ്റ്ററും നോക്കുവാണെങ്കിൽ ഇതായിരുന്നു നമ്മുടെ ബിഫോർ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഫേസ് റീടച്ച് ചെയ്ത ഭാഗം ഇതായിരുന്നു. ആൻഡ് ഇതാണ് നമ്മുടെ ആഫ്റ്റർ. സോ നമ്മുടെ എഡിറ്റിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ആൻഡ് ജസ്റ്റ് ഞാൻ ഈ ഫോട്ടോ ഗ്രേഡ് ചെയ്യാൻ 2 ഓപ്ഷൻസേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ക്യാമറ റോ ഫിൽറ്ററും ഒന്ന് സെലക്റ്റീവ് കളറും. ഇത് രണ്ടും മാത്രം ഉപയോഗിച്ചാണ് ഞാൻ ഈ ഫോട്ടോ കളർ കറക്റ്റും അതേപോലെ തന്നെ ഗ്രേഡിങ്ങും ചെയ്തത്. സോ ഞാൻ ഈ ഫോട്ടോ എക്സ്പോർട്ട് ചെയ്യാൻ പോവാണ്, എന്നിട്ട് ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ആൻഡ് നിങ്ങൾ ഇതുവരെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളിലും ഞാൻ ബിഫോറും ആഫ്റ്ററും എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ള ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യാം, ലിങ്ക് കൊടുക്കാം. സോ പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. ഫസ്റ്റ് നിങ്ങളൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഒരിക്കലും വരത്തില്ല. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നാണ്. സോ നിങ്ങൾ ആദ്യം വിഷ്വലൈസ് ചെയ്യുക നിങ്ങളുടെ ഫോട്ടോയുടെ റിസൾട്ട് എങ്ങനെയായിരിക്കണം, എന്നിട്ട് എഡിറ്റ് ചെയ്യുക. ഫസ്റ്റത്തെ പ്രാവശ്യം ഫോട്ടോ എഡിറ്റ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ വീണ്ടും റീസെറ്റ് ചെയ്യുക, പിന്നെ എഡിറ്റ് ചെയ്യുക, എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും റീസെറ്റ് ചെയ്യുക, പിന്നെ എഡിറ്റ് ചെയ്യുക. അങ്ങനെ ഒരുപാട് പ്രാവശ്യം നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഒരു ഇമേജ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഫൈനലിൽ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. അടുത്ത തന്നെ എഡിറ്റിംഗ് വീഡിയോ തന്നെയായിരിക്കും. ഫോട്ടോഷോപ്പിലെ ഒരു ട്യൂട്ടോറിയൽ കൊണ്ട് തന്നെ ഞാൻ വരുന്നതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയ്ക്ക് നല്ല റീച്ച് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് നല്ല കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് പുതിയ വീഡിയോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഗൈസ്.